എന്താണത്? ഇതൊരു തീപ്പെട്ടി അല്ലേ അച്ഛാ? അത് ഞങ്ങൾക്ക് മനസ്സിലായി. അതെങ്ങനെ നിന്റെ തിരുമ്പാട്ട ഷർട്ടിന്റെ പോക്കറ്റിൽ വന്നൂന്ന്? അത് ആലോചിക്ക്, നല്ല ആലോചിക്ക്, എന്നിട്ട് കൺവിൻസിംഗ് ആയിട്ടൊരു നുണ പറ. അത് ശരി, അപ്പൊ പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ സിസർ വേലി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ശിവ ഞാനോ? എന്തായി കേൾക്കുന്നേ? പിന്നെന്താണോ നിന്റെ ചുണ്ട അടി പിടിച്ച മത്തി വറുത്ത പോലെ ഇരിക്കുന്നത്? ഇത് പാരമ്പര്യോ? എന്റെ നല്ല ചെങ്കതല ചുണ്ടാ. പിന്നെ എന്റെ ചുണ്ടിനാണോ കുഴപ്പം? നല്ല പച്ച ചെമ്പല്ലി പോലെ ചൊകാന്നല്ലേ ഇരിക്കുന്നത്? ചെമ്പല്ലി ഉണങ്ങിയ വാളാമ്പൊടി കണക്കിനായിരിക്കണം കേട്ടോ. നീ എന്തിനാ മോനെ ഇങ്ങനെ വലിച്ച് കുടല് നാശാക്കുന്നത്? ലെൻസും കുടലൊക്കെ ഒരേ ഫാമിലി തന്നെ. എങ്ങനെ കണക്ഷൻ ഉണ്ടെന്ന് ഐ സീ. പറ, എന്നാ നീ ഒന്ന് നന്നാവാ. അച്ഛാ ഡോണ്ട് ബി തെറ്റിദ്ധരിക്കൽസ്. ഈ തീപ്പെട്ടി ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാന്നേ. ഞാൻ വിളിക്കാറൊന്നുമില്ല. സിസർ കത്തിക്കാൻ മാത്രമാണോ തീപ്പെട്ടി ഉപയോഗിക്കുക? അടുക്കളയിൽ ഉപയോഗിച്ചൂടെ? അടുക്കളയിൽ ഗ്യാസ് ലൈറ്റർ ഉണ്ട്. വിളക്ക് കത്തിച്ചൂടെ? ആ അത് പോയിന്റ്. എന്നാ പിന്നെ എനിക്ക് എന്നെ വാങ്ങിച്ചതായിരിക്കും. ഞാൻ വിശ്വസിച്ചു. ഇല്ല, എനിക്ക് വിശ്വാസമില്ല. അച്ഛൻ ബിലീവ് മീ, എനിക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. ഒരു സിസർ വാങ്ങിച്ചാൽ തിരിച്ചാണോ മറിച്ചാണോ വെക്കേണ്ടത് പോലും അറിയില്ല. ഇൻഫാക്ട് ഒരു ലൈറ്റ്സിന് 17 രൂപയാണെന്ന് പോലും അറിയില്ല. ഇനി ഇവിടെ എല്ലാം തുറക്കണ്ടേ? അതെന്താ? സത്യസന്ധത നിറഞ്ഞ തുളുമ്പി പോയത് കണ്ടില്ലേ? മോനെ, നീ അമ്മടയില് ചോദിച്ചു നോക്ക്. ഈ അച്ഛൻ ഒരുപോലെ കണ്ണടച്ചിട്ട് കാലെത്രയുന്നേ. നിന്നെ കുറിച്ച് ഓർത്താ നെഞ്ചിലൊരു ആദ്യ ടെൻഷൻ. ഉറക്കേ കിട്ടുന്നില്ല, അറിയോ? ട്രോലി അച്ഛാ, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ഉറക്കം കിട്ടാനാണെങ്കിൽ ഡെയിലി 2 പെഗ് വീതം വെച്ച് അടിച്ച് കിടന്നാൽ മതി. സുഖമായി ഉറങ്ങിക്കോളും, ഒരു ടെൻഷനും അറിയണ്ട. ഓക്കെ, താങ്ക്സ്. വലിക്കണേലും ഉപദേശിക്കാൻ വന്ന എന്നെ നീ കുടിക്കാൻ ഉപദേശിക്കുന്നോ?